Good afternoon, children. In our last class, we discussed about the how earthquake, the movements of earth, how the earthquakes are formed, and where is the origin of an earthquake, and how we will measure an earthquake. So all that we have learned in last class. So today we are going to learn the formation of landforms. How the lands are formed. The landscapes are formed mainly due to two processes, that is weathering and erosion. So weathering, it is the breaking up of rocks on the earth's surface, whereas erosion is the wearing away of the landscape by different agents like water, wind and ice. So due to these two processes, the major landforms are formed. Okay. So we can see, or we have studied already, that sedimental rocks, how the dust particles, soil or sediments on a rock, and how it is the sedimentation rocks are formed. In a similar way, we can see the work of a river. How a river influences, or how a river creates a land. You know, river, it's a running water, isn't it? In the river, it erodes the landscape. That is how. Because through waterfalls only. So you know, when a river tumbles at steep angles over very hard rocks or down a steep valley side, it forms a waterfall. That is how a waterfall is formed. So when this running water in the river comes in contact with the sand, dust particles, and it enters into the plain, twists and turns, then it forms large bends. ഇതിൽ പുഴയിലെ വെള്ളം ഒഴുകണമൊക്കെ കണ്ടിട്ടില്ലേ, ലേക്സിലൊക്കെ? അത് കുറേ വന്ന് അങ്ങടെ വളഞ്ഞും പൊളഞ്ഞും ഒഴുകി കുറേ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ഒഴുകണം നമ്മൾ കണ്ടിട്ടില്ലേ? എപ്പോഴും വളഞ്ഞും പൊളഞ്ഞും വന്ന് അങ്ങനെ അത് ഒരു ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ കുത്തനെ വീഴുമ്പോഴാണ് വാട്ടർഫോൾസ് ഫോം ചെയ്യണത്. അതേസമയം ഒരു റിവർ പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ട്വിസ്റ്റും ടേൺസൊക്കെ ഫോം ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന വലിയ വലിയ ബെൻസിന് പറയുന്ന പേര്, വലിയ വലിയ വളവുകൾക്ക് പറയുന്ന പേരാണ് മിയാൻഡേഴ്സ്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഈ മിയാൻഡറിൻ്റെ സൈഡിലൊക്കെ ഡെപ്പോസിഷൻ വരും. എങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ പോകെ ഈ മിയാൻഡർ ലൂപ്പ് ക്ലോസറായിട്ട് വരും. അങ്ങനെ ലൂപ്പ് ക്ലോസായി വന്നിട്ട് എ സർട്ടൻ കോഴ്സ് ഓഫ് ടൈം അത് കട്ട് ഓഫ് ആവും റിവറിന്. അത് കട്ട് ഓഫ് ആയിട്ട് ആൻഡ് ഫോംസ് എ കട്ട് ഓഫ് ലേക്ക്. അതിനെ പറയുന്നതാണ് ഓക്സ്ബൗ ലേക്ക് എന്ന്. അപ്പം ചില സമയത്ത് ഈ റിവറിത്തെ വെള്ളം പുറത്തേക്ക് ഒഴുകാം ഓൺ ഇറ്റ്സ് ബാങ്ക്സ്. അങ്ങനെയാണ് നമുക്ക് ഫ്ലഡ്സൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഫ്ലഡ്സ് ഉണ്ടാവും. അവസാനം അതിൽ ലെയേഴ്സ് ഓഫ് ഫൈൻ സോയിൽ ഉണ്ടാവും, അതർ മെറ്റീരിയൽസ് ഉണ്ടാവും, സെഡിമെൻറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് ഒരു ഫ്ലാറ്റ് ഫെർട്ടൈൽ പ്ലെയിനിൽ വന്ന് സെറ്റിലാവുമ്പോഴാണ് അവിടെ ഫ്ലഡ് പ്ലെയിൻ ഫോം ചെയ്യണത്. ഓക്കെ, പിന്നെ അങ്ങനെ നമ്മുടെ ഈ റിവർ മെല്ലെ മെല്ലെ ഇങ്ങോട്ടാണ് എല്ലാ വെള്ളവും ഒത്തുചേരുന്നത്. എവിടെയാ? സീയിലാണ്, അല്ലേ? അപ്പോൾ പോകെ അതിൻ്റെ സ്പീഡ് കുറയും. പിന്നെ എന്താവും? അത് കുഞ്ഞ് സ്ട്രീംസ്, പല സ്ട്രീംസായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോകും. അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയണത്. അപ്പോൾ റിവറിൻ്റെ ഫ്ലോ ഒക്കെ വളരെ സ്ലോ ആയിട്ട് അത് ഓരോ സ്ഥലത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ ട്രിബ്യൂട്ടറിയും അതിൻ്റെ തലപ്പത്താണ് അതിൻ്റെ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഏകദേശം അതിൻ്റെ വായഭാഗത്ത്, ഇൻ ഇറ്റ്സ് ഓൺ മൗത്ത് എന്നൊക്കെയാണ് പറയുക.
അപ്പം അങ്ങനെയുള്ള കുറേ സെഡിമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് എല്ലാ മൗത്തിൻ്റെ അവിടെ നിന്നും കാണുന്നതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ റിവറിൻ്റെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് സീയുടെ നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഇതേപോലെ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് സീ വേവ്സിൻ്റെ ഇതാണ് വരിക. ആ സീ വേവ്സ് എന്താ ചെയ്യുക, അവിടെ ഇതിലും പാറകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോൾ വലിയ വലിയ പാറകളുടെ മുകളിലേക്ക് തിരമാല അടിക്കണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിങ്ങനെ വന്ന് അടിച്ച് കണ്ടിന്യൂസ് ആയി വരുന്ന സമയത്ത് അവിടെ ക്രാക്സ് വരും. ആ ക്രാക്സ് പിന്നെ പോകെ വലിയൊരു ഹോളോ ആയിട്ട് ഒരു കേവ് പോലെ വരും. അതിനെയാണ് നമ്മൾ സീ കേവ്സ് എന്ന് പറയണത്. ഓക്കെ, അതേപോലെ നമ്മുടെ ഇതിൻ്റെ ഇപ്പം നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാവിറ്റി വന്ന ഒരു ഓട്ട വരും. ആ ഓട്ട വലുതായി വരും. അതേപോലെ സീയുടെ റോക്കിലും ഇങ്ങനെ തട്ടി ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ പോയി അതിൻ്റെ ഇതിങ്ങനെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ റൂഫ് മാത്രം നിന്നിട്ട് അങ്ങനെ വരുന്നതിനാണ് നമ്മൾ സീ ആർച്ചസ് എന്ന് പറയണത്. അതേപോലെ എഗെയിൻ ഈ ഇറോഷൻ ഇത് കാരണം അതിൻ്റെ റൂഫ് പോവും, അതിൻ്റെ ചുമരുകൾ മാത്രം വെറുതെ അതിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ സ്റ്റാക്സ് എന്ന് പറയുന്നത്. അതേസമയം വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു റോക്ക് ഏകദേശം എബവ് സീ വാട്ടർ ലെവലിൽ വെർട്ടിക്കലി നിൽക്കുന്നതിനെയാണ് നമ്മൾ സീ ക്ലിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ സീയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സീ വേവ്സും ഇതേപോലെ സെഡിമെൻസും ഇതൊക്കെ അതിൻ്റെ കരയിൽ ഇങ്ങനെ അടുക്കി പോയിട്ട് അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് ബീച്ച് ഫോം ചെയ്യണത് എന്നാണ് പറയണത്. ഇനി അടുത്തത് നമുക്ക് ഐസിൻ്റെ നോക്കാം. ഐസ് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം നമുക്ക് ഓർമ്മ വരിക ഗ്ലേഷ്യേഴ്സ് ആണ് അല്ലേ? ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് ഓഫ് ഐസ് എന്നാണ് പറയുക. ഓക്കെ, ഇതും അതേപോലെ തന്നെ ഐസൊക്കെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അവിടെ ഫുൾ വെള്ളമായിരിക്കും. അപ്പോൾ അതും പുതിയ ലേക്സ് ഫോം ചെയ്യും. ഈ മെറ്റീരിയൽ ഇങ്ങനെ ക്യാരി ചെയ്ത് പോവും. അതേപോലെ അത് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്ലേഷ്യൽ മൊറൈൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം വെള്ളത്തിൻ്റെ കഴിഞ്ഞു, ഐസിൻ്റെയും കഴിഞ്ഞു. ഇനി അടുത്തത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കാറ്റിൻ്റെ ഇത് കാണണമെങ്കിൽ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഡെസേർട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഡെസേർട്ടിൽ എന്താ അതേപോലെ നല്ല കാറ്റ് വരുന്ന സമയത്ത് മണ്ണിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഇറോഷൻ നടക്കുക. ആ മോൾ ഭാഗം ഇങ്ങനെ പരന്ന് നീറ്റായിട്ടിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെയുള്ള റോക്സിന് ഏതിൻ്റെ ഫോമായിരിക്കും? മഷ്റൂമിൻ്റെ ഫോമായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? മഷ്റൂം റോക്സ് എന്ന് പറയും. ഓക്കെ, അതേപോലെ ഈ വിൻഡ് ശക്തിയായി കാറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ നമ്മുടെ സാൻഡൊക്കെ അത് ലിഫ്റ്റ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ കുനെ ഡെപ്പോസിറ്റ് ചെയ്യും, ഒരു ഹില്ല് പോലെ. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് സാൻഡ് ഡ്യൂൺസ് എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ വെള്ളത്തിലൂടെയും റിവേഴ്സ് സീ വേവ്സ്, ഐസ്, വിൻഡ് ഇതെല്ലാം ഒരു ലാൻഡ് ഫോമിനെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ഓക്കെ, so first is the formation of landforms. It is mainly by two processes, weathering and erosion. So let us see what is weathering. So weathering, it is the breaking up of rocks on the earth's surface, whereas erosion, it is the wearing of the landscape by different agents like water, wind and ice. The eroded material is carried away or transported by water, wind, etc. and eventually deposited. Now let us see the work of a river. The running water in the river erodes the landscape. When the river tumbles at steep angle over very hard rocks or down a steep valley side, forms a waterfall. Now features made by a river in a floodplain.
As the river enters the plain, it twists and turns, forming large bends known as meanders. Due to continuous erosion and deposition along the sides of the meander, the ends of the meander come closer and closer. The meander loop cuts off from the river and forms a cut-off lake, which is called an oxbow lake. The river overflows its banks, leading floods in the neighboring areas. It deposits layers of fine soil and material called sediments along its banks. This led to the formation of flat, fertile floodplains. The raised banks are called levees. When the river approaches the sea, the speed of the flowing water decreases and the river begins to break up into a number of streams called distributaries. The collection of sediments from all the mouth forms a delta. Now let us see the work of a sea waves. The erosion and deposition of the sea waves gives rise to the coastal landforms. Due to continuous strike at the rocks, cracks develop. These cracks become larger and wider. Hollow-like caves are formed on the rocks. They are called sea caves. Cavities become bigger and bigger. Only the roof of the cave remain, forming sea arches. Erosion breaks the roof and only walls are left. അപ്പോൾ finally roof പോയി walls മാത്രം ഉണ്ടാവും. These wall-like features are called stacks. The steep, rocky coast rising almost vertically above seawater is called sea cliff. The sea waves deposit sediments along the shores, forming beaches. Now work of ice, that is glaciers. These are rivers of ice which too erode the landscape by bulldozing soil and stones to expose the solid rock below. As the ice melts, they get filled up with water and become beautiful lakes in the mountains. So what is glacial moraines? The material carried by the glacier, such as rock, sand and silt gets deposited. These deposits form glacial moraines. Now work of a wind. In deserts, winds erode the lower section of the rock more than the upper part. Such rocks have narrower base and wider top. These rocks are in the shape of mushroom, which is called mushroom rocks. When the wind blows, it lifts and transports sand from one place to another. When it stops blowing, the sand falls and gets deposited in low hill-like structure. These are called sand dunes. So, that's the end of the lesson. Hope you all have understood. So, just go listen carefully, go through the lesson, read the textbook well. Okay, that's all for today. Thank you, children.